കട്ടപ്പന നഗരസഭയിൽ നാടകീയ രംഗങ്ങൾ. ബജറ്റ് പാസാക്കാൻ ചേർന്ന മുനിസിപ്പൽ കൗൺസിലിലാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്പോര് ഉടലെടുത്തത്. മുനിസിപ്പൽ ചെയർമാൻ കേരളത്തിൽ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞതോടെ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം വെച്ചു. തുടർന്ന് പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിച്ചു. എന്നാൽ ഭരണസമിതി ബജറ്റ് പാസാക്കുകയും ചെയ്തു. 2026-27 വർഷത്തെ ബജറ്റ് ചർച്ചയ്ക്ക് ശേഷം ചെയർപേഴ്സൺ ജോയി വെട്ടുകുഴി മറുപടി പറയുന്നതിനിടയിലാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായത്. ബജറ്റ് ചർച്ചയ്ക്കിടയിൽ ബജറ്റ് മുൻ വർഷങ്ങളിലെ തനിയാവർത്തനമാണെന്നും കട്ടപ്പന താലൂക്ക് ആശുപത്രിയെ അവഗണിക്കുകയാണെന്നും സർക്കാർ ആവശ്യത്തിന് ഫണ്ട് വകയിരുത്തിയിരുന്നുവെന്നും സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിൽ മുനിസിപ്പാലിറ്റി വീഴ്ച വരുത്തിയെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തിയിരുന്നു. ചർച്ചയ്ക്ക് ശേഷം മറുപടി പറഞ്ഞ ചെയർപേഴ്സൺ താലൂക്ക് ആശുപത്രി ആരംഭിച്ചു മുതൽ ഇത്രയധികം കരുതൽ നൽകിയ മുനിസിപ്പാലിറ്റി കേരളത്തിൽ ഇല്ലെന്നും കേരളത്തിലെ ആരോഗ്യരംഗം വെന്റിലേറ്റർ ആക്കിയവരാണ് മുനിസിപ്പാലിറ്റിയെ കുറ്റപ്പെടുത്തുന്നുവെന്നും പറഞ്ഞതോടെ പ്രതിപക്ഷ അംഗങ്ങൾ ചാടി നടുത്തളത്തിലിറങ്ങുകയായിരുന്നു. ഏറ്റവും പ്രധാനമായി ഇവിടെ ശ്രദ്ധിക്കണം താലൂക്ക് ആശുപത്രിയാണ്. വളരെ കൃത്യമായി ഞാൻ പറയുന്നു, ഇത്രമാത്രം ഒരു മുനിസിപ്പാലിറ്റി അതൊരു തള്ളക്കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ പരിരക്ഷിക്കുന്നത് പോലെ ഈ താലൂക്ക് ആശുപത്രിയെ പരിരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു മുനിസിപ്പാലിറ്റി LDF കൗൺസിലർമാർ ഡെസ്കിലടിച്ച് ബഹളം വെച്ച ശേഷം ചെയർപേഴ്സന്റെ സമീപത്തേക്ക് പാഞ്ഞെടുത്തു. തുടർന്ന് ചില ഭരണപക്ഷ അംഗങ്ങളുമായി വാക്കേറ്റവും നടത്തി. തുടർന്ന് പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. ഇതേ തുടർന്ന് ചെയർപേഴ്സൺ മറുപടി പ്രസംഗം പൂർത്തിയാക്കുകയും ബജറ്റ് പാസാക്കുകയും ചെയ്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.